Hi guys, welcome back to my channel Food Corner. ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു വെജിറ്റബിൾ കറിയാണ്. ചൗചൗ ഉപയോഗിച്ചുള്ള ഒരു എരിശ്ശേരി. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ ആണിത്. വൈറ്റമിൻസും മിനറൽസും ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മറ്റു ഗുണങ്ങളെല്ലാം വഴിയേ പറഞ്ഞു തരാം. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. തുടർന്ന് വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ ഈ വെജിറ്റബിളിൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. തൈറോയ്ഡ് രോഗികൾക്ക് ഇത് സ്ഥിരമായി അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മരുന്ന് പോലും പിന്നീട് കഴിക്കേണ്ടി വരില്ലെന്നാണ് പറയണം. പിന്നെ കാലുവേദന ഇതെല്ലാം മാറാനായിട്ട് ഈ വെജിറ്റബിൾ വളരെ ഫലപ്രദമാണ്. ഇതിൻ്റെ തൊലി ചെറുതായി ഒരു കട്ടിയിൽ അരിഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് ഇത് നടുമുറിക്കണം. നടുമുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മാങ്ങണ്ടി പോലെ ഒരു സീഡുണ്ട്. അത് മാത്രം ഒന്ന് എടുത്ത് കളയുക. പിന്നെ നമ്മളിത് ചെറുതാക്കി കപ്പങ്ങ അരിയണ പോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു 100-150 ഗ്രാം വൻപയർ കഴുകി വെച്ചിട്ടുണ്ട്. അത് ഒരു കുക്കറിൽ ഇട്ട് ഒരല്പം ഉപ്പും കൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. സമയം ഇവിടെ 1.5 മുറി തേങ്ങയുടെ പീര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പകുതി പീര നമ്മൾക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പകുതി പീരയിൽ അല്പം വെളുത്തുള്ളിയും ജീരകവും പിന്നെ കുറച്ച് കരിവേപ്പിലയും ഇട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായി അരിഞ്ഞു പോരുത്, ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. നമ്മൾ സാധാരണ അവിയലിനൊക്കെ ഇടുന്ന പോലെ ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ക്രഷ് ചെയ്തിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇത്രയും പാകത്തിൽ നമുക്കൊന്ന് പൊടിഞ്ഞു കിട്ടിയാൽ മതി. ഇത് നമുക്ക് മാറ്റി വെച്ച് കുക്കറിൽ വേവിക്കാൻ വെച്ചാണ് പയർ ഒന്ന് നോക്കാം. പയർ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചൗചവും പിന്നെ ക്രഷ് ചെയ്ത് വെച്ചേക്കണ തേങ്ങാക്കൂട്ടും പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം. അത് കഴിഞ്ഞ് അത് മൂടി വെച്ച് ഒരു 3 വിസിൽ. സാധാരണ ഒലത്താനാണെങ്കിൽ നമുക്കൊരു വിസിൽ മതി. ഇത് ഇത്തിരി എരിശ്ശേരി ആകുമ്പോൾ ഇത്തിരി വെന്തിരിക്കണമല്ലോ, അതുകൊണ്ട് ഒരു 3 വിസിൽ അടിച്ച് നമുക്ക് ഓഫ് ചെയ്ത് കുക്കർ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അല്പം കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കുക. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഇത്തിരി വേപ്പിലയും നമ്മുടെ മുളക് ഒരു 2ആയി കീറിയത് ഒരു 3-4 എടുക്കാം. അതും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. അതിനുശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് നമ്മൾ തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടിയിട്ട് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ ഈ ചൗചൗ ഈ പ്രഗ്നൻ്റ് ടൈമിൽ ഉപയോഗിക്കുന്ന പറയണം. കാരണം കുഞ്ഞിൻ്റെ സ്കിന്ന് നല്ല ഗ്ലോ ഉണ്ടാവാനും അതുപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവർക്ക് ഇത് നമ്മുടെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടാനും ഈ ചൗചൗ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്ന് പറയുന്നു. ഇനി നമുക്ക് കുക്കറിൽ വേവിച്ച് ചൗചൗ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് നന്നായി മൂത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ശരിക്കും എല്ലായിടത്തും എത്തണ വിധത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലൊരൽപ്പം പഞ്ചസാര, ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി. എരിശ്ശേരിക്ക് നമുക്കൊരൽപ്പം മധുരിപ്പുള്ളത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ടത് പതുക്കെ ഒന്ന് മൂടി വയ്ക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ മൂടി മാറ്റി നമുക്ക് കറി ചൂടോടെ വിളമ്പാം. ഞാനിതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് മത്തങ്ങ എരിശ്ശേരി വെച്ചതിനേക്കാളും
ഒരു പടി മുന്നേ ഇപ്പോൾ ഈ ചൗ കൊണ്ട് എരിശ്ശേരി വെച്ചിട്ട്. തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.